കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. ഹരിയാനയിലെ സോനിപ്പത്തിൽ വൃദ്ധസദനത്തിൽ മരിച്ച ശിവചരൺ റാം റത്തൻ ഗുപ്തയുടെ അന്ത്യകർമ്മങ്ങളിൽ 3 പെൺമക്കളും നേരിട്ട് പങ്കെടുത്തില്ല. വീഡിയോ കോളിലൂടെയാണ് ചടങ്ങുകൾ കണ്ടത്. സംസ്കാര ചടങ്ങുകൾ റെക്കോർഡ് ചെയ്ത് അയച്ചു തരണമെന്നും മക്കളിൽ ഒരാൾ വൃദ്ധസദന അധികൃതരോട് ആവശ്യപ്പെട്ടത്രേ. ഇതാണ് വാർത്ത. ഒരു വലിയ സാമൂഹ്യ പ്രസക്തമായ ന്യൂസ് എന്നുള്ള നിലയിൽ പലരും വികാരപരമായി പങ്കുവെക്കപ്പെടുന്ന ഒരു വാർത്തയാണ്. ഇതിൽ 2 വശങ്ങളുണ്ട്. ഈ 2 വശങ്ങളും പറയാതെ നമുക്ക് ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോകാനാവില്ല. എന്നിട്ട് വേണം അതിലെ ഒരു 3ാമത്തെ നിലപാട് സ്വീകരിക്കാൻ. അതിലൊരു വശം എന്തെന്ന് ചോദിച്ചാൽ, സമ്പത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വത്ത് കിട്ടാത്തതിൻ്റെ പേരിൽ കൊതിയും ദുരയും ആർത്തിയും മൂത്ത് സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകുന്ന മക്കളുണ്ട്. അത്തരം അനുഭവങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. ഒരുപാട് സ്വത്ത് സമ്പാദിച്ച ഒരാൾ മരണപ്പെടുമ്പോൾ ഈ പറഞ്ഞതുപോലെ എഴുതി കൊടുത്ത വസ്തുക്കൾ തങ്ങൾക്കിഷ്ടപ്പെട്ടതല്ലാത്തതുകൊണ്ട് മക്കളിൽ ചിലർ പങ്കെടുക്കാതിരിക്കുക, അമ്മയുടെ മയ്യത്ത് കാണാൻ വരാതിരിക്കുക, അതുപോലെ പിതാവിൻ്റെ ബാക്കിയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാതിരിക്കുക. ഇത്തരം ഒരു കാര്യമുണ്ട്. ബാധ്യത മൂലം, പ്രയാസം മൂലം, ഈ വീട്ടിൽ പോറ്റുന്നതിൻ്റെ പ്രയാസം കൊണ്ട് മാതാപിതാക്കളെ അകാരണമായി തള്ളുന്ന മക്കളുണ്ട്. ആ മക്കൾ പോലെയുള്ളവരാകാം ഇവർ ഒരു വശത്ത്. ഇതിൽ അധിക സമ്പത്തിൻ്റെ സാന്നിധ്യമൊന്നും കാണുന്നില്ല. അതിനെക്കുറിച്ചൊന്നും വാർത്തയിൽ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുചെന്ന് നോക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് ഉപേക്ഷിച്ചു പോകുന്ന ഒരു സംഗതിയാണ് അതിൻ്റെ ഒരു വശമുള്ളത്. രണ്ടാമതൊരു വശമുള്ളത്, ചില മാതാപിതാക്കൾ തങ്ങളുടെ രക്ഷകർത്തൃത്വം എത്ര ഉത്തരവാദിത്വപൂർണ്ണമാണെന്നും ഈ പറഞ്ഞതുപോലെ തങ്ങൾ സമ്പാദിക്കുമ്പോഴും നേടുമ്പോഴുമെല്ലാം എല്ലാം നമ്മുടെ മക്കളാണെന്നും ആ മക്കളോട് നീതിപൂർവമായി പെരുമാറണമെന്നുമുള്ള ഒരു താല്പര്യവുമില്ലാതെ മക്കളെ തമ്മിലടിപ്പിച്ചും അവരെ ജീവിക്കാൻ അനുവദിക്കാതെയും അവരെ ഇട്ട് പ്രയാസപ്പെടുത്തുന്ന, ആക്ഷേപിക്കുന്ന, അവരെ അപമാനപ്പെടുത്തുന്ന ഒരു സംഗതി മറുവശത്തുമുണ്ട്. അങ്ങനെയുള്ളതും കുറേ കേസുകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അമ്പിനും വില്ലിനും അടുക്കാത്തവർ എന്ന് പറയും. കുറേ സ്വത്തുണ്ട്, 2, 3, 4 മക്കളുണ്ട്. പക്ഷേ ഈ മക്കളെ അവർക്കൊന്ന് എഴുതി കൊടുക്കുകയോ അവരെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അവരവർക്ക് ആവശ്യമുള്ള ഒരു ചെറിയ പിടുത്തം എന്ന് പറഞ്ഞാൽ 5 സെൻറ്റോ 10 സെൻറ്റോ കയ്യിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തീർത്ത് അതിൻ്റെ ഉത്തരവാദിത്വപൂർണ്ണമായി അവരെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഒരു സ്വതന്ത്രമായ നിലപാട്. അതിന് പകരം അങ്ങനെ ജീവിതത്തിൻ്റെ നല്ല കാലം മൊത്തം മദ്യപിച്ചും കുടുംബം നോക്കാതെയും കലയും അല്ലെങ്കിൽ സാഹിത്യവും അല്ലെങ്കിൽ വേറെ ഏതാണ്ടുമൊക്കെ പറഞ്ഞ് കണ്ടമാനം ജീവിച്ച ശേഷം അവസാനം എത്തുമ്പോൾ ചിലപ്പോൾ മക്കൾ നോക്കിയെന്നിരിക്കില്ല. ഇതുപോലത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതിലുമുണ്ട് ഗുണപാഠം. അതും നല്ല പ്രായത്തിൽ ഈ കല്യാണം കഴിച്ച് മക്കളെ സൃഷ്ടിച്ച് അവരെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്നവർ അതും നോക്കേണ്ട കാര്യമുണ്ട്. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, മദ്യപിച്ച് കുടുംബവും നോക്കാതെ ഒന്നും നോക്കാതെ വഴിയരികിലെല്ലാം വളർന്ന മക്കളുള്ളപ്പോൾ വസ്ത്രരഹിതനായി കിടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ വെറുത്തു പോവില്ലേ? അതിനവരെ കുറ്റം പറഞ്ഞാൽ പറ്റുമോ? അപ്പോൾ ഇത് അതിൻ്റെ 2ാം ഭാഗം. ഇനി 3ാമതൊരു ഭാഗമുള്ളത്, അത് മക്കളോട് വളരെ പക്വമായും വിട്ടുവീഴ്ചയോടും പെരുമാറാൻ കൽപ്പിക്കുന്നൊരു ഭാഗമാണ്. അവിടെയാണ് ഈ പ്രവാചക വചനം ഒക്കെ ശ്രദ്ധേയമാകുന്നത്. അതായത് മാതാപിതാക്കളെ നോക്കുന്നതിൻ്റെ പ്രസക്തിയും ഉമ്മയുടെ കാൽപാദത്തിന് അടിയിലാണ് സ്വർഗം എന്ന് പറയുന്നതൊക്കെ എന്താണെന്നറിയോ? സ്വർഗം വെറുതെ കിട്ടുന്നതല്ല, അതിനൊരു ത്യാഗവും ക്ഷമയും ഒക്കെ ഉണ്ട്. വയസ്സ് ചെല്ലുമ്പോൾ മാതാപിതാക്കളിൽ ചിലർക്കൊക്കെ ഉണ്ടാകുന്ന ചില ശീലങ്ങളെ ത്യാഗപൂർണമായി ക്ഷമിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഒരു ജീവിതത്തിൻ്റെ വലിയ മഹത്തരമായ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്ന സ്വർഗം വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി കൂടി കരുതുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യുക എന്നൊരു സന്ദേശം കൂടി അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഇത് 3ഉമാണ് തോന്നിയത്. ഒന്നുമല്ലെങ്കിൽ വീഡിയോയിലൂടെ കാണാം എന്നെങ്കിലും അവർ വെച്ചു എന്നത് ഒരു ഔദാര്യം എന്നൊക്കെ പറയേണ്ട സ്ഥിതിയിലേക്ക് ചിലപ്പോൾ അത് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എത്തിച്ചേരും. ഞാനൊരു സിനിമാ നടിയുടെ വിഷയത്തിൽ അവർ പിതാവിനെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ഒരാൾ, ഇതെല്ലാം അറിയാവുന്ന ഒരാൾ, ആ കുടുംബത്തിലെ തന്നെ ഒരാൾ എന്നെ വിളിച്ചിട്ട് ആ കഥകൾ മുഴുവൻ പറഞ്ഞ ആ നിമിഷം ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ അയാളെ ഒന്നും ഒരു പിതാവെന്ന് വിളിക്കാൻ ചിലപ്പോൾ കഴിയാത്തത്രയും വളരെ മോശമായ പെരുമാറ്റം ജീവിതത്തിൽ അനുഭവിച്ചിട്ട് ചില മക്കളത് പുറത്തു കൊടുത്തില്ല എന്ന് വന്നേക്കാം, ക്ഷമിച്ചില്ലെന്ന് വന്നേക്കാം. ക്ഷമിക്കണമെന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. പക്ഷെ മനുഷ്യരല്ലേ, വ്യത്യസ്ത തരമുണ്ടാകാം. ഇതെല്ലാം ഈ വാർത്തയിൽ ഉൾക്കൊള്ളിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം.